ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു പാവയ്ക്ക തോരനാണ്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും വലിയ ഇഷ്ടമില്ലാത്തൊരു ഡിഷാണ്. അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഞാൻ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരളവിൽ പാവയ്ക്ക തോരനാണ് ഞാൻ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കാം. പാവയ്ക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി അല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് പാവയ്ക്കയിൽ ചേർത്തത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുമിയതും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തത്. എരിവിനനുസരിച്ച് ചേർക്കുക. ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. ഇത് എല്ലാം കൂടി ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. കൈ വെച്ച് തിരുമ്മിയിട്ട് യോജിപ്പിക്കുക. ഇതും കൂടി അതിലേക്ക് പാവയ്ക്കയിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇതിവിടെ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിനി പാവയ്ക്കയിലേക്ക് ചേർക്കാം. ഈ തേങ്ങ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. അധിക സമയമിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നോക്കണം അടിക്ക് പിടിക്കുന്നുണ്ടോയെന്ന്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സൂപ്പർ ടേസ്റ്റുള്ള പാവയ്ക്ക തോരനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായവും പറയണം. എത്ര ഇഷ്ടമില്ലാത്തവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു പാവയ്ക്ക തോരനാണ്. ഉപ്പും എരിവൊക്കെ നോക്കണം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.